വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ നീതിമാനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികൾ നൽകുന്ന സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞാൻ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിപ്പിടിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾ കാണാനും കേൾക്കുവാനും ഒക്കെയും ദൈവം ഇടയാക്കുന്ന സമയമാണ്. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. കർത്താവ് എല്ലാ മേഖലയിലും നമുക്ക് സമൃദ്ധിയോടെ ദൈവം നടത്തുന്നല്ലോ. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു, വലിയ നന്മകൾക്കായി നന്ദി പറയുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ? സൗണ്ട് നന്നായി കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, എല്ലാവർക്കും കുറവല്ലാത്തത് കൊണ്ട് ഒന്ന് ലെഫ്റ്റ് ചെയ്യുക, നോക്കുക, ഒന്നുകൂടെ കയറാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ആമേൻ. നമുക്ക് തുടർച്ചയായ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നല്ലോ. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഘോഷിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവിൻ്റെ കൃപയാൽ കാണുന്നല്ലോ. നമുക്ക് വലിയ കാര്യങ്ങളെ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കിന്ന് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന മാർച്ച് മാസത്തിൽ ഒരുമിച്ച് നിങ്ങളെ കാണുവാനും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആമേൻ ഒരുമിച്ച് തിരുസന്നിധി നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് കൈവപ്പ് ശുശ്രൂഷകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. തിരുവനന്തപുരത്തും കണ്ണൂരും എറണാകുളത്തുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് കൺഫേം അല്ലാതെ ഞാൻ പറയുന്നതായിരിക്കും. അതുകൂടാതെ തൊടുപുഴയിലും നമ്മളൊരു പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ തൊടുപുഴയുള്ള സഹോദരങ്ങൾ ഒരു ഹോള് നോക്കണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ഹോള് എനിക്ക് തോന്നുന്നു ഇന്ന് വന്നത് പ്രകാരം കണ്ണൂർ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എണ്ണം നോക്കിയപ്പോൾ ഏകദേശം 50 പേരേ ഉള്ളൂ. 80 പേര് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഏകദേശം 70 പേരുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഹോള് ബുക്ക് ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സീറ്റുകളെ ഫ്രീ ആണ്, സീറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ പ്രാർത്ഥനാ സമയത്ത് ഒരു 11 മണിയാകുമ്പോൾ എല്ലാ ഓഡിറ്റോറിയങ്ങളെല്ലാം നമുക്ക് സൗണ്ട് പ്രൂഫ് വേണം. കാര്യം നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകരുത്, പ്രാർത്ഥനയും ആരാധനയും പ്രത്യേകിച്ചൊന്നും. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഹോളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ കാണാനും അനുഭവിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ ഇത്രയും ആളുകൾ മാത്രമാണ് ഇതിനകത്തുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഹോള് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നിങ്ങൾ പറഞ്ഞ കണക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്ത് പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സീറ്റ് കിട്ടിയില്ല, ഹോള് കിട്ടിയില്ല എന്ന് പറയല്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ ഇനിയും അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തവർ നിങ്ങൾ സീറ്റുകളെ നിങ്ങൾ പറയുക. ഫ്രീ ആണ് സീറ്റ് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളത് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഹോളുകൾ ഒരു 11 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നന്മ കൊണ്ട് ദൈവം നിങ്ങളെല്ലാ മേഖലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് കേൾക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ എടുക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന തിരമാലയ്ക്ക് സമനെന്ന് ബൈബിൾ പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലേ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. നോക്കി, ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കും. നോക്കി, ആ വാക്ക് നോക്കി. ഒന്നും സംശയിക്കാതെ വിശ്വസിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന തിരമാലയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കും. നോക്കി, ആ വാക്ക് നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സംശയിക്കുന്നവൻ, ഈ വാക്ക് ശ്രദ്ധിച്ചോണേ. സംശയിക്കുന്നവനെ പറ്റി പറയുന്നു. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന തിരമാലയ്ക്ക് സമമാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഈ സംശയമില്ലാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടോ? ഒരു വചനം വിശ്വസിച്ചിട്ട് എനിക്ക് ഒരു സംശയമില്ല എന്ന് പറയുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, എനിക്ക് സംശയമില്ല. സംശയം ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ഉള്ളവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടുവാണ്. കാരണം എനിക്ക് പലപ്പോഴും സംശയങ്ങൾ അപ്പൊ സംശയം ഇല്ലാത്തവർക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി സംശയം ഉള്ളവരുടെ കൂട്ടത്തിലേക്ക് ഞാനും കൂടുവാണ്. നമുക്ക് പലപ്പോഴും സംശയം വരാറുണ്ട് അല്ലേ. ഒരു വചനം വിശ്വസിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു ആലോചന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു സംശയം കയറിക്കൂടും. എന്താണ് ഈ സംശയം വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, സംശയത്തിൻ്റെ പിന്നിൽ വിശ്വാസം വരുന്നത് പോലെ തന്നെ നമുക്ക് സംശയവും വരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സംശയങ്ങൾ വരും. എന്തുകൊണ്ടാണ് സംശയം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംശയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വാക്കുകളുണ്ട്. നമുക്കറിയാം, നമുക്ക് വിശ്വാസം ഉണ്ടാകുന്ന റോമലേഖനം 10-ാം വാക്യത്തിൽ പറഞ്ഞ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതേപോലെ സംശയവും അങ്ങനെ തന്നെയാണ്. സംശയവും വരുന്നത് കേൾവിയാലാണ്. സംശയം ഉണ്ടാകുന്നതും കേൾവിയാലാണ്. അപ്പോൾ കേൾക്കുന്നതിലൂടെ വിശ്വാസം ഉണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്തുണ്ടാകും? സംശയങ്ങളുണ്ടാകും. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, സംശയിക്കാതെ വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ സംശയിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. സംശയിക്കുന്നു, വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു സംശയിക്കാതെ വിശ്വസിക്കണം. അപ്പം നമ്മളെ കൊണ്ടത് കഴിയത്തില്ല, പലപ്പോഴും സംശയിക്കുന്നു. ഇനി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ആമേൻ പറയാറുണ്ട് അല്ലേ. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്ന. അപ്പോൾ ദൈവവചനം നമ്മൾ പറയുകയാണ്, അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഭവിക്കട്ടെ. അപ്പോൾ ആമേൻ പറയുക എന്ന് പറഞ്ഞാൽ ആ കേട്ട വചനം അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ സംശയിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പോലെ തന്നെ കേട്ട കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായതിനെ വിശ്വസിക്കുന്നതിനെയാണ് സംശയിക്കുക എന്ന് പറഞ്ഞത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നതിനെ വിശ്വസിക്കുന്നതാണ് സംശയം എന്ന് പറ. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നതിനെ അതുകൊണ്ടാണ് ഇവിടെ സംശയിക്കാതെ വിശ്വസിക്കാൻ പറയാൻ കാരണം. സംശയം കൊണ്ടുവരുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളെ വിശ്വസിക്കാതെ ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കണം. കൊണ്ട് യാചിക്കാന്നല്ല, ഫോർ ആസ്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. ചോദിക്കുന്നു. ആമേൻ. അടുത്തത് സംശയിക്കുന്നവൻ, അതായത് കേട്ട കാര്യത്തെ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി, വിശ്വാസത്തിന് വിരോധമായി കേട്ടതിനെ അതിനെ വിശ്വസിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന
തിരമാലയ്ക്ക് സമനാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇനി ശ്രദ്ധിച്ചോണേ, ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാൾ പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോക്കിക്കാണേ, സർപ്പം വന്നിട്ട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? വാസ്തവമായിട്ടും ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളുടെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കിക്കേ. അപ്പം ഇങ്ങനൊരു ചോദ്യം കണ്ടോ. അപ്പം അവൻ്റെ ഒരു വാക്ക് അവൻ സ്ത്രീയുടെ അഥവാ ഹൗവയുടെ ഉള്ളത്തിലേക്ക് കൊടുക്കുകയാണ്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയം, ഒരു വാക്ക്, അവൻ്റെ വാക്കാണ്. സ്ത്രീ പാമ്പിനോട്, നോക്കിക്കേ, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷങ്ങളുടെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. കണ്ടോ അവൻ്റെ വാക്ക്, കണ്ടോ ഈ വാക്ക്, നോക്കിയോണം ഈ വാക്ക്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക് നോക്കിയാണേ, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാനും കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു. എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന് പറയാൻ പറ്റും? ഇത്ര നേരം നമ്മൾ പറഞ്ഞത് വെച്ച് എന്തായിരിക്കും സംഭവിച്ചത്? കൽപ്പനാ ലംഘനത്തെക്കാൾ ഉപരി വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? സാത്താൻ പറഞ്ഞതിനെ വിശ്വസിച്ചു, ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ചു. കേട്ടോണം, ഇവിടെയാണ് 2 തരം കേൾവി നമ്മുടെ മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പം നമ്മുടെ അകത്ത് വിശ്വാസം ഇങ്ങനെ പൊങ്ങി വരും. ഇതേപോലെ തന്നെ സാത്താൻ നമ്മളോട് സംസാരിക്കും. എങ്ങനെയാണ് സംസാരിക്കുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ കണ്ടോ. സർപ്പം ഹവ്വായെ ഉപായം ഉപയോഗിച്ചു. എന്താ ഉപായം? ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായുള്ള കാര്യങ്ങളെ കേൾപ്പിച്ചു. ഹവ്വായുടെ കാതിൽ വന്ന് പറഞ്ഞു, തിന്നോ തിന്നോ തിന്നോ. ദൈവം പറഞ്ഞതിന് വിരോധമായി ഹവ്വായുടെ ഉള്ളത്തിൽ കൊണ്ടുവന്ന് ഇട്ടു. ഇനി കേട്ടെ, ഇട്ട ഉടനെ എന്ത് സംഭവിച്ചു? ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് പറയാൻ ഞാൻ ഭയപ്പെടുക. അപ്പം ഹവ്വ ഇത് കേട്ട ഉടനെ എന്താണ് ചെയ്യേണ്ടത്? ഇല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട്, തൊടരുത്. യഥാർത്ഥത്തിൽ സാത്താനോട് ഇത് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ മനസ്സിലേക്ക് സംശയം വരുമ്പോൾ വചനം പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ നമുക്ക് എന്നാ പറ്റുന്നറിയാവോ? നമ്മുടെ മനസ്സിലോട്ട് പലപ്പോഴും പറയത്തില്ലേ, അയ്യോ ബ്രദർ എനിക്കറിയത്തില്ല, എന്തോ അല്ലാത്ത സംഭവം, എന്തോ ഒരു കാര്യം ജീവിതത്തിൽ അനർത്ഥം എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നൽ മനസ്സിൽ വരിക. കണ്ടോ, അയ്യോ എനിക്കറിയത്തില്ല ബ്രദർ, പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഒരു തോന്നൽ വരിക, എൻ്റെ പ്രിയരെ ഒരനർത്ഥവും വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള വചനമല്ലേ കാതി കിടക്കുന്നത്. ഇത് കിടക്കുമ്പം അതിന് വിരോധമായി മനസ്സ് പറയുകയാണ് എന്തോ സംഭവിക്കാൻ വേണ്ടി. ഇതാണ് ഉപായം. കുറേ നേരം മനസ്സിലോട്ട് എന്തോ സംഭവിക്കാൻ പോവുക എന്നിങ്ങനെ മനസ്സിലോട്ട് വരും. നമ്മൾ തന്നെ പറയുമല്ലോ, അച്ചായ എന്തോ സംഭവിക്കാൻ പോവുക, എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, ഈ മനസ്സ് പറഞ്ഞ് നമ്മൾ ഏറ്റു പറയും. അപ്പോൾ എന്തോ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ വിശ്വസിക്കുന്നു എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ബൈബിള് പറയുന്നു ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. പക്ഷെ മനസ്സ് പറയുന്നു, നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, മനസ്സ് പറയുന്നു എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് ഉപായം. കണ്ടോ, ഉപായം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം പിശാച് വന്നിട്ട് വാദിക്കുന്നുണ്ട്, പറയും ഇപ്പം നീ നശിക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞ് നമ്മളുടനെ ചാടി ഇറങ്ങി പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചാടി വചനം പറയും. പക്ഷെ ഉപായം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരും. ഇത് തന്നെയാണ്
ദൈവവചനം വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ അവിശ്വാസം വിതച്ചിട്ട് പലരും അതാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാവോ? യാക്കോബിൻ്റെ ലേഖനം പറയുന്നു, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കരുത്. ആമേൻ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എല്ലാം വിശ്വസിക്കരുതെന്ന് പറ. എല്ലാം വിശ്വസിക്കരുത്. എല്ലാം വിശ്വസിക്കരുത് കേട്ടോ. എല്ലാം വിശ്വസിക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ദൈവം പറയുന്നത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വളരെ എളുപ്പത്തിൽ തീർക്കാവേണ്ട ഒരു കോൺവെർസേഷൻ. സ്ത്രീ പറയുകയാണ്, ഇവിടെ പാമ്പ് പറയുകയാണ്, ദേ ഇത് തിന്നുന്ന ആളിനെ മരിക്കാതിരിക്കാണ്ട് തോട്ടത്തിലുള്ള വിഷത്തിൻ്റെ വല്ല തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നോക്കിക്കേ, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം, അത് തിന്നുന്ന ആളിൽ നിങ്ങളെ കണ്ണ് തുറക്കും. തിരിച്ചൊറ്റ മറുപടി, നീ നിന്റെ പാട്ടിന് വെക്കൂ, കർത്താവ് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തൊടത്തില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോകും, അവർ സുഖമായി ജീവിക്കും. പക്ഷെ പാമ്പിനെ വിശ്വസിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ചിന്തിക്കരുത് പ്രിയരെ. ഈ ദിവസം എത്ര കഠിന വലിയ വിഷയമായിക്കോട്ടെ, ജന്മത്തിലൊരു അത്ഭുതം ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, ലോകം പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞു, ഒരു ചാൻസുമില്ല, 100% നോ ചാൻസ്. പക്ഷെ തമ്പുരാൻ പറയുക, യഹോവ ഈരെ, ദൈവം തൻ്റെ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുമെന്നും എന്നുള്ള വചനമൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ, മനസ്സിൻ്റെ അകത്ത് ബ്രദറെ, എന്നാലും എൻ്റെ അകത്തൊരു ഭയം വരുന്ന ബ്രദറെ, ഭയത്തിൻ്റെ പേരാണ് ഉപായം. ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്നതിനാണ് ഉപായം. എന്തിനാ ഇത് വരുന്നറിയാവോ? വിശ്വസിക്കാൻ വേണ്ടിയാ. നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഏത്? ഇവൻ പറയുന്ന കാര്യങ്ങളെ ഡയറക്റ്റ് വന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പിടിക്കത്തില്ല. ആമേൻ. ഡയറക്റ്റ് വന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അത് എടുക്കത്തില്ല. അവനറിയാം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഓടിക്കുമെന്നറിയാം. പക്ഷെ ഇവൻ എന്തു ചെയ്യും? ഉപായത്താൽ. മനസ്സിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള ഭയം, ഭയങ്കര ഒരു ആദിയും ഭയം, ഉപായമാണത്. ഉടനെ പറഞ്ഞ, ഭയപ്പെടേണ്ട, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കണ്ടോ? അപ്പം ദൈവവചനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇരുമനസ് അവിടെ ഉണ്ടാകുന്നു. ഇരുമനസ്. അപ്പം ഇരുമനസ്സിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. നോക്കിക്കേ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. നമ്മളെയും പലപ്പോഴും ചതിക്കും. പൗലോസ് പറയാണ്, നിങ്ങളുടെ മനസ്സ് നോക്കി. അപ്പോൾ നമ്മളോട് പറയാണ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്ത വാക്യം പറയുന്നു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും. കണ്ടോ? ലോകത്തുള്ള എല്ലാ സുവിശേഷത്തിനും ആമേൻ പറയാൻ പോകരുത് എൻ്റെ പ്രിയരെ. ഞാൻ പറഞ്ഞു, നമുക്ക് ചില പ്രസംഗം കണ്ട് നമുക്ക് രസമൊക്കെ തോന്നും, ആമേൻ പറഞ്ഞാൽ അത് കൂടെ പോന്നോളും. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. നോക്കിക്കേ, അവിടെ ബറേശുവിനെ പറ്റി അല്ല പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തിയിലെ. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനകത്ത് മിക്സഡ് ഗോസ്പൽ കേട്ടുന്നവരുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം ബൈബിൾ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക, നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല. നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ പ്രവൃത്തികളോ കറ പുരണ്ട തുണിക്കഷ്ണം പോലെയാ. നോക്കിക്കേ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിൽ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കണ്ടോ? നമ്മുടെ ഇടയിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ പലപ്പോഴും. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് വിരോധമായ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പൊങ്ങി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒറ്റ വഴിയേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ഹവ്വയ്ക്ക് പറ്റാത്തത് നമുക്ക് പറ്റും. തിരിച്ചൊരൊറ്റ വചനം പറഞ്ഞാൽ മതി.
ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു സാത്താനോട് പ്രാർത്ഥിച്ചില്ല, യേശുവേ എൻ്റെ ദൈവമേ ഈ സാത്താൻ ഓടിപ്പോണമേ, ഈ സാത്താൻ ഇപ്പോൾ ഓടിക്കണം എന്നും കർത്താവ് പറഞ്ഞു. നോക്കിക്കേ, പരീക്ഷകൻ വന്ന് എന്ത് ചെയ്തു? യേശുവിനെ പരീക്ഷിച്ചു. യേശുവിൻ്റെ മറുപടി നോക്കിയ പിശാശ് അവനോട് പറയുന്നു, നീ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വായിന്ന് കർത്താവ് പറയാം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ കൊണ്ട് ജീവിക്കുന്നു. യേശു നോക്കിക്കേ, യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവർ ഉപായത്താൽ ചതിക്കാൻ വന്നതാ. മത്തായി 4:1 പറയുന്നത്, 4:4 പറയുന്നത്. പിന്നെ പിശാച് അവനെ വിശുനഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് ദൂതന്മാർ കൽപ്പിക്കും എന്ന്, നിന്റെ കല്ല് തട്ടി പോകാതിരിക്കാണ് കാത്തുകൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കണ്ടോ, തിരിച്ച് വചനം പറയുന്നത് കണ്ടോ? വചനം പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ. അടുത്ത വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ യേശു അവനോട്, സാത്താനെ എന്നെ വിട്ട് നീ പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നോട് കൂടെ പറഞ്ഞാട്ടെ, എഴുതിയിരിക്കുന്നത് ഞാൻ പറയത്തുള്ളൂ എന്ന് പറ. അപ്പൊ എന്നാ സംഭവിച്ചത്? ഈ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ എന്നാ സംഭവിച്ചത്? വായിച്ച് 11 വാക്യം വായിച്ചു, 4:11. ഓ, വായിച്ചേ, കാണാൻ പറ്റുന്നവരൊക്കെ വായിച്ചേ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. എപ്പോ പോയി? എഴുതപ്പെട്ട വചനം പറയാൻ തുടങ്ങിയപ്പോൾ സാത്താൻ യേശുവിനെ വിട്ടുപോയി. കണ്ടോ? അപ്പൊ എഴുതപ്പെട്ട വചനം പറയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരുമനസ്സുണ്ടാകുന്നത്. കണ്ടോ? ഇരുമനസ്സുള്ളവൻ കർത്താവിങ്കൽ നിന്നും വല്ലതും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരനർത്ഥം വരുമെന്നൊരു ദർശനം കണ്ടാൽ ഉടനെ അനർത്ഥം വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഉടനെ ആ വചനം കൊണ്ട് അതിനെ വെട്ടണം. ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല. അല്ലാതെ അനർത്ഥം വെറുതെ, ഞാനൊരു ദർശനം വരുന്നു, അനർത്ഥം വരുന്നുണ്ടെന്നൊരു ദർശനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അനർത്ഥം വരുന്നുണ്ടെന്നൊരു അർത്ഥമല്ല, അനർത്ഥം വരുമെന്നൊരു ഉപായമാണത്. ഉടനെ ഹൗവ കാണിച്ചതുപോലെ ആമേൻ പറഞ്ഞ് ആപ്പിൾ തിന്നാൻ പോകരുത്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ചെയ്തതുപോലെ സാത്താനോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവനെ അല്ലാതെ നമസ്കരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ വിട്ടുപോയി. നോക്കിക്കേ, യേശു ശാസിച്ചപ്പോൾ അവൻ പോയി. നോക്കിക്കേ, ഇവിടെ നോക്കിയ വാക്ക് കണ്ടോ? സാത്താനെ എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞു. സാത്താൻ പോയോ? പറ, സാത്താൻ പോയോ? എവിടെ പോയി സാത്താൻ? സാത്താൻ പോയില്ല. നിങ്ങൾ നോക്കിക്കേ, യേശുവിനോട് സാത്താനെ നീ എന്നെ വിട്ട് പോ. പിന്നെ ആരോടാ യേശു വർത്താനം പറയുന്നത്? ഇത് പറഞ്ഞപ്പോൾ, അടുത്ത വാക്യം വായിച്ചേ, ഇത് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ നിങ്ങൾ ഏതാ? 11-ാമത്തെ വാക്യം. എപ്പോൾ ശാസിച്ചപ്പോഴല്ല പോയത്. അപ്പൊ ശാസിക്കുന്നവന്റെ ഉള്ളത്തിൽ വചനം വ്യാപരിക്കണം. വചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ അകത്ത് നിൽക്കുന്നവര് പറഞ്ഞാൽ പിശാച് പോകത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? യേശു പറഞ്ഞു, സാത്താൻ എന്നെ വിട്ട് പോന്ന് പറഞ്ഞു. പിന്നെ ആരോടാ യേശു സംസാരിക്കുന്നത്? നിങ്ങൾ നോക്കി, ആ വാക്കുണ്ടോ? സാത്താൻ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞിട്ട് പിന്നെ യേശു വർത്താനം പറഞ്ഞു ഒറ്റയ്ക്കല്ല, അവിടെ ആരോ ഉണ്ട്. ആ പോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക, നിന്റെ ദൈവമായ യഹോവയെ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആരോട് പറഞ്ഞു? പോകാൻ പറഞ്ഞിട്ട് ആര് പോയില്ല? പറ. പിശാചിന് നാണമില്ല. അവനെ ഇറക്കി വിട്ടാൽ അവൻ പോകാൻ നിൽക്കും. കർത്താവിന് മനസ്സിലായി, ഇവനെ ഓടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം തീ പോലെയാണ്. ഇവന്റെ മേലേക്ക് തീ വാരിടുന്നത് പോലെ അവന് ഫീൽ ചെയ്ത് കാണും. ആമേ. നോക്കിക്കേ, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. കണ്ടോ? ഹല്ലേലൂയ.
അപ്പം വചനം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായ കാര്യങ്ങൾ മനസ്സിലോട്ട് വരുമ്പോൾ പലരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ വചനമൊക്കെ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, എന്നാലും എൻ്റെ ബ്രദറെ എൻ്റെ മനസ്സിൻ്റെ അകത്തോട്ട് ഭയങ്കര ആദ്യ ബ്രദറെ, ഓ എൻ്റെ യേശു എനിക്കറിയത്തില്ല എന്നതുമായി വരുന്നത്. എൻ്റെ സഹോദരി, ഉപായമാണത്, ഉപായം. അയ്യോ ബ്രദറെ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? യേശു ചെയ്തതുപോലെ തിരിച്ചങ്ങോട്ട് വചനം പറ. മനസ്സ് പറയുന്നു, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമോ ബ്രദറെ, എൻ്റെ കാര്യമൊക്കെ ശരിയാവോ ബ്രദറെ? പറയണം, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ വേണ്ടി പോവുക. സകലതും നന്മയായി കൂടി വ്യാപരിക്കാൻ വേണ്ടി പോവുക. കണ്ടോ? ഹല്ലേലൂയ. അപ്പം നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ വിവേചിക്കണം. ഉപായം ഏതാണ്, ദൈവത്തിൽ നിന്നുള്ളത് ഏതാണ്? ആമേൻ. നോക്കിക്കേ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുവാണ്. കണ്ടോ, പൗലോസിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഭയം. എന്താണ് ഭയം? പൗലോസിൻ്റെ മനസ്സ് പറയുന്നു, എന്തോ സംഭവിക്കാൻ വേണ്ടി പോവാ. ആർക്ക്? വിശ്വാസിക്ക്. എങ്ങനെയാ പറയാൻ കാരണം? ഉപായം ശക്തിയല്ല കേട്ടോ, ഉപായമാണ്. ശക്തിയല്ല അവന്. നിങ്ങളുടെ മേലെ അവന് ശക്തി പ്രയോഗിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ മേലേക്ക് അവന് ശക്തി കൊണ്ട് നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. അവന് ജയിക്കാൻ പറ്റുന്ന ഒറ്റ കാരണം ഉപായമാണ്. അവൻ ലൈവിൽ യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലും കാണുന്നവർ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും സൂമിലോട്ട് പ്രവേശിക്കാനുള്ള ലിങ്ക് കാണും. നിങ്ങൾ അവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ടാൽ ഇനി കാണാൻ കഴിയത്തില്ല, നോക്കാൻ സമയമില്ല. ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ലിങ്കിലൂടെ പ്രാർത്ഥനയിൽ പ്രവേശിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണെങ്കിൽ കയറുക. ആമേൻ. നോക്കിക്കേ, അപ്പം സർപ്പത്തിൻ്റെ ഉപായം മനസ്സിലാക്കണം. ദൈവം പറഞ്ഞതിന് വിരോധമായ കാര്യങ്ങളെ വിശ്വസിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം വായിച്ച വാക്യം എന്താണെന്നറിയാവോ? എന്നാൽ ഒന്നും സംശയിക്കാതെ. ഉൽപ്പത്തി പുസ്തകം വായിച്ചേ, ആ ഹവ്വായോട് പറഞ്ഞു, വാസ്തവമായി ദൈവം പറഞ്ഞു, അത് വിശ്വസിച്ചുകൊണ്ട് ചാടിക്കയറി മരിച്ചു തിന്നത്. കണ്ടോ? യാക്കോബ് പറഞ്ഞത് സംശയിക്കുക എന്ന് പറഞ്ഞാൽ, പിശാച് പറയുന്നതിനെ വിശ്വസിക്കുന്നതിനെയാണ് സംശയിക്കുക എന്ന് പറഞ്ഞത്. വലിയ കടഭാരത്തിൻ്റെ അകത്തിരിക്കുമ്പം ഏതോ ബ്രദർ വിളിച്ചു പറഞ്ഞു, പഴയ നിയമത്തിൽ യഹോവ ഈരെ അബ്രഹാമിന് വേണ്ടി കരുതിയതുപോലെ കരുതും, സറാഫാത്തിലെ വിധവയുടെ പെരക്കകത്ത് നന്മ വന്നതുപോലെ വരും, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് വേണ്ടി ആകാശത്തുനിന്ന് മന്ന കൊഴിച്ചതുപോലെ തമ്പുരാൻ പ്രവർത്തിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആമേൻ പറയും. പക്ഷേ പെരക്കകത്തോട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ കടക്കാരൻ വിളിക്കുമ്പം വലിയ എന്താ പറയുക, ഭയം മനസ്സിലോട്ട് വരുമ്പം, എന്നാ ചെയ്യേണ്ടെന്ന് അറിയാതെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പം പെട്ടെന്ന് മനസ്സ് പറയുന്നതെല്ലാം അങ്ങ് ഏറ്റു പറയാൻ തുടങ്ങും. ഓ എൻ്റെ ബ്രദറെ, എനിക്ക് തൂങ്ങിച്ചെത്താൽ മതി, കാരണം അതുപോലെ പ്രതികൂലത്തിൻ്റെ അകത്ത് ആര് പറഞ്ഞു? സർപ്പം പറഞ്ഞു. സർപ്പം പറഞ്ഞു മരിക്കിത് പെട്ടുപോയി. ദൈവം പറയുന്നു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും ഞാൻ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. കണ്ടോ? സർപ്പം പറയുന്നു, ഇതൊന്നും നടക്കാൻ പോലില്ല, കുറേ വർഷമായില്ലേ. അപ്പം നമ്മളും പയ്യെ പറയും, ശരിയാ, ദൈവത്തിനോട് സ്നേഹമൊന്നുമില്ല, കർത്താവ് എന്നോട് ദൈവം എന്നോട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഭയം, ഇങ്ങനെ ചിന്ത കൊണ്ടുവരുമ്പം നമ്മൾ പയ്യെ അത് പറയാൻ തുടങ്ങും. അപ്പം നിങ്ങൾ തന്നെ പറയും, ഇല്ല ബ്രദർ, ഞാൻ വചനവും കൂടെ പറയുന്നുണ്ട്. കണ്ടോ? ഇതും പറയും, വചനവും പറയും. എന്നോട് പറഞ്ഞു രണ്ടും പറയുമെന്ന് പറ. ഈ രണ്ടും പറയുമ്പോൾ എന്നാ സംബന്ധിച്ച് നമുക്ക് ഇരുമനസ്സുണ്ടാവും. നോക്കിക്കേ, ഇത് രണ്ടും പറയുന്നവർക്കാണ് ഇരുമനസ്. നോക്കിക്കേ, ഇങ്ങനെയുള്ള മനുഷ്യൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ. നോക്കി, ഇരുമനസ്സുള്ള മനുഷ്യൻ, ഡബിൾ മൈൻഡ്, ഇരുമനസ്സുണ്ടാവും. ഈ പുള്ളി പോകുന്നിടത്തെല്ലാം അസ്ഥിരനായിരിക്കും. കണ്ടോ? ഇരുമനസ്സുണ്ടാകും. നമ്മൾ പോലും അറിയാത്ത വചനം ഭയങ്കര തീ പോലെ പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിശാച് പറയുന്നതും പറയും. ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര വചനമൊക്കെ പറഞ്ഞിട്ട് എന്തുവാ സഹോദരി എന്ന നമ്മൾക്കൊരു ചോദ്യം വന്നില്ലേ, എൻ്റെ ബ്രദറെ ഞാൻ ഇത്രയും വചനമൊക്കെ പറഞ്ഞു, എന്നാ ഞാനൊരു മാറ്റം വരാത്തത്? ഇരുമനസ്സുണ്ട്. ഇനി ഇരുമനസ്സിനെ എങ്ങനെ ജയിക്കാൻ പറ്റും? നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാൻ എന്തുവായി പറയുന്നത്.
ഞാൻ എന്തുവായി ചിന്തിക്കുന്നത്, ഞാൻ എന്തുവായി സംസാരിക്കുന്നത്, ഞാൻ ആരോടായി കൂട്ടുകൂടുന്നത്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, യഹോവയുടെ കൂട്ടായ്മയിൽ നിന്നും, ഇവിടെ നോക്കി കാണാൻ പറ്റും, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. കണ്ടോ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ടും ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? കണ്ടോ, ഭയം വന്നുകൊണ്ട്, ഭയം, ഈ വാക്കുകൊണ്ട് ഭയപ്പെട്ടു. ഈ ഭയം വരുന്നത് മുഴുവൻ ദൈവത്തിൽ നിന്നല്ല കേട്ടോ. ഭയം, ഇതുവരെ അവർക്ക് ഒരു ഭയവും ഇല്ല, ഒരു പേടിയില്ലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ചോദ്യം, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞത് നീ തിന്നല്ലേ? അതിന് മനുഷ്യൻ, നിന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ വൃക്ഷത്തിൻ്റെ ഫലം തന്നു, ഞാൻ തിന്നെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അടുത്തത്, പാമ്പെന്നെ വഞ്ചിച്ചു. കണ്ടോ, പാമ്പെന്നെ വഞ്ചിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്. കാര്യം നിങ്ങൾ ദൈവത്തിലല്ല വിശ്വസിച്ചിരിക്കുന്നത്. സാത്താൻ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിലല്ല, സാത്താനില്ല വിശ്വസിക്കുന്നത്. അവർ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വാ. ഇവിടെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് മാറുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പൊങ്ങി വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി വേറെ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ, എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം തരുന്ന പ്രസംഗങ്ങളെ കേൾക്കാവുള്ളൂ. ചിലർ പറയും, ബ്രദറെ, രാവിലെ മുതൽ ഞാൻ യാത്ര ചെയ്യുമ്പം യൂട്യൂബിലുള്ള, ഞാൻ പലരെയും കാണുന്നുണ്ട്, യൂട്യൂബിലുള്ള സകല മെസ്സേജും കേൾക്കും. അയ്യോ, എല്ലാ ദൈവദാസന്മാരല്ലേ എന്ന് പറയുന്നത്, എല്ലാം ബൈബിളല്ലേ എന്നാണ് പറയുന്നത്. നോക്കിയ പൗലോസ് പറഞ്ഞ വാക്കുകൊണ്ടോ, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ, അവർ ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി നമ്മൾ ആരെയും വിമർശിക്കുമല്ല, ഒരു വചനം കേട്ടിട്ട് ഭയവും ഭാരവും പ്രയാസവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് സുവിശേഷം നിങ്ങൾ കേട്ടത്? ബ്രദർ, അത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര മനസ്സിൻ്റെ അകത്ത് ഭാരവും ഭയവും വരിക. എന്നാലും പറഞ്ഞത് ഭയങ്കര ദൂതാ ബ്രദറെ, എന്നെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസുകളാണ് പറഞ്ഞത്. കണ്ടോ, സാത്താനും പ്രവചിക്കാൻ പറ്റും, അവനും പറയാൻ പറ്റും. കാര്യം വെളിച്ചപ്പാടത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹായെപ്പറ്റി പറഞ്ഞത് ആവശ്യമില്ലാത്തൊന്നുമല്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെപ്പറ്റി അറിയിക്കുന്ന ആൾക്കാർ ഈ പോകുന്നത്. കണ്ടോ, പൗലോസ് ആമേൻ പറഞ്ഞില്ല, ശാസിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്നെ പൗലോസ് ആമേൻ പറയാമെന്ന് കറക്റ്റ് ദൂതല്ലേ പറഞ്ഞത്? കറക്റ്റ് ദൂതല്ലേ പറഞ്ഞത്? കാര്യം നിങ്ങളെ ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ നിന്നുകൊണ്ട് വഴി നിന്നുകൊണ്ട് പ്രവചിച്ച് പറയാം, ഇത് ഭയങ്കര ആൾക്കാരാ, അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെപ്പറ്റി അറിയിക്കുന്ന ആൾക്കാരാ. പൗലോസ് ആമേൻ പറഞ്ഞില്ല, പകരം ശാസിച്ചു അവളെ നോക്കി. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. കണ്ടോ, ദൈവത്തിൽ നിന്നുള്ളതിനെ ആമേൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൽ നിന്നുള്ളതല്ലാത്തതാണ് ആമേൻ പറഞ്ഞതെങ്കിൽ കൂടെ കയറിപ്പോരും. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, പ്രവചനം മാത്രം നോക്കി പോകരുത്, പ്രവചനവും വചനവും കറക്റ്റ് ആയിരിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രവചനവും അത്ഭുതവും വചനവും ഒരേപോലെ ആയിരിക്കണം എന്ന് പറ. ചിലർക്കൊരു കുഴപ്പമുണ്ട്, പ്രവചനം കേട്ടാൽ മതി, പക്ഷെ വചനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് ഉപായമുണ്ട്. അവസാനം നമ്മൾ അറിയത്തില്ല, എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ട്രാപ്പായിരുന്നു. എൻ്റെ പ്രിയരെ, നല്ലത് കേൾക്കണേ, ഇല്ല എങ്കിൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. മത്തായിയുടെ സുവിശേഷം പറയുന്നു, ഉള്ളതും കൂടെ പോകും. നിങ്ങളുടെ സ്പിരിച്വലി നമുക്ക് വളരാൻ കഴിയത്തില്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാകുമെന്ന് അറിയാവോ? അവിടെ നമ്മുടെ ഉള്ളത്തിൽ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെടും. ഇവിടെ എന്താ സംഭവിച്ചത്? ആദത്തിനും ഹൗവയ്ക്കും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോട് ചേരാൻ പറ്റുന്നില്ല, ഇവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, എന്തൊക്കെയോ ഉപായങ്ങളിൽ നമ്മൾ കുടുങ്ങി കിടക്കുക.
കർത്താവിൻ്റെ വചനം പറ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റു പറഞ്ഞോണം. അതാണ് ദൈവവചനത്തിന് ഇത്രയും ശക്തിയുണ്ട്. പിന്നെ തീർച്ചയായും പിശാചിനെ ഓടിച്ചത് യേശു എന്ത് പറഞ്ഞിട്ടൊന്ന് പറ. പിശാചിനെ യേശു ഓടിച്ചത് എന്തുകൊണ്ടാ? വചനം കൊണ്ട്. അവന്റെ വർത്തമാനത്തെ മൊത്തം യേശു ജയിച്ചത് വചനം കൊണ്ടാണ്. ഇപ്പൊ വചനം പറഞ്ഞാൽ പിശാച് ഓടും. നമ്മൾ വചനം പറയത്തില്ല. എന്നിട്ട് നമ്മളൊരു വാക്കുണ്ട്, ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവന് നാണമില്ലാതെ നിൽക്കും. അവനെ ഓടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അവൻ്റെ മേൽ തീ കോരി ഇടുകയാണ് ആ വചനം പറയുമ്പോൾ. വചനം തീ പോലെയാണ്. കണ്ടോ? തീ കോരി ഇട്ടണം അവൻ്റെ അകത്തോട്ട്. പൊള്ളി അവനങ്ങ് ഓടണം. ദൈവത്തോട് അടുത്തു വരും. എന്നാൽ ദൈവത്തോട് അടുത്തു വരും, സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് പറഞ്ഞത്. കണ്ടോ? ഓടിക്കണം അവനെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പം മാർച്ച് മാസത്തിലേക്കുള്ള ഈ വിളിച്ചു പറഞ്ഞവരും ബുക്ക് ചെയ്യാൻ വേണ്ടി സീറ്റുകളെ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. സഹോദരങ്ങൾ യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ വിളിച്ചു പറയണം. അല്ലാതെ വരരുത്. 11 മണി കഴിയുമ്പോൾ തന്നെ എല്ലാ ഹോളും അടയ്ക്കും. ശുശ്രൂഷ കൊല്ലത്തുമൊക്കെ ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. എറണാകുളത്ത് മാത്രം ഉണ്ടായിരുന്നു ഓപ്പൺ ആയിട്ട് ഡോർ വന്ന കാര്യം. നമുക്ക് പ്രൈവസി ആവശ്യം. കാര്യം നമ്മൾ ഒച്ചയും ബഹളം എന്തായാലും വരും. പാട്ട് പാടുമ്പോഴും കൈ അടിക്കുമ്പോഴൊക്കെ ഒച്ച വരും. പിന്നെ ആൾക്കാർ വന്ന് വോളിയം കുറയ്ക്കുക, അത് കുറയ്ക്കുക, ഇത് കുറയ്ക്കുക. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവസാന്നിധ്യം വരുന്ന സമയത്തായിരിക്കും വോളിയം കുറയ്ക്കുക, അത് കുറയ്ക്കുക, ഇത് കുറയ്ക്കുക. അയൽപക്കത്തുള്ള അവിടെയുള്ള ആൾക്കാരെല്ലാം വരും. അപ്പോൾ പലപ്പോഴും പണ്ട് എനിക്കത് അറിയത്തില്ല. ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും നല്ല ഹോള് വേണം, പ്രൈവസി ഉള്ള ഹോള് വേണം. അതുകൊണ്ട് ഏറ്റവും നല്ല ഹോൾ എടുക്കും. ഹോള് പൂട്ടും. ഹോള് 11 മണിയാകുമ്പോൾ പൂട്ടും. അതുകൊണ്ട് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൂട്ടിക്കൊണ്ട് വരണം. രോഗിയായിട്ടുള്ള ആളുകൾ, എൻ്റെ കൂടെ പറഞ്ഞ രോഗികളൊക്കെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറ. അവർ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരൊക്കെ നിങ്ങളുടെ അയൽപക്കത്തൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്കൂലി മുടക്കി കൂട്ടിക്കൊണ്ട് വരണം. രോഗികളെ യേശു അത്ഭുതം ചെയ്യും. അവിടെ പറയണം, വന്ന് കാണുവിനെന്ന് പറയണം. ട്രിവാൻഡ്രത്തും കണ്ണൂരുമൊക്കെ വിടുതൽ മീറ്റിംഗ് ആണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. സഹോദരങ്ങളെല്ലാവരും വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കൂടാം. പല സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ടെങ്കിൽ സ്വാഗതം. പലരും ചോദിക്കുന്നുണ്ട്, ബ്രദറെ ഞങ്ങൾക്കും വരാവോ? ഞങ്ങൾ വേറെ ജില്ലയാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരുക. ആമേൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സീറ്റുകളെ ഇന്ന് മുതൽ വിളിച്ച് പറയണം. അവർ ബുക്ക് ചെയ്യണം. സീറ്റ് പേരൊന്നും പറയണ്ട, പൈസ ഒന്നും കൊടുക്കണ്ട. സീറ്റിന് ഒരു പൈസ ഇല്ല. പക്ഷെ പറയണം. എണ്ണം പറഞ്ഞതിന് ശേഷം സീറ്റ് ബുക്ക് ചെയ്യും. 11 മണി കഴിയുമ്പോൾ തന്നെ എല്ലാ ഹോളും ക്ലോസ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് 11 മണിയാകുമ്പോൾ 10:30 പ്രാർത്ഥന ആരംഭിക്കും. 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വരാൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഔട്ട് പോറിങ് അവിടെ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് ദേശത്തെ ഇളക്കും. ദൈവാത്മാവ് തൊടും. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് മനോജ് ബ്രദറുണ്ട് തൊടുപുഴയിൽ. നമുക്ക് സൗണ്ട് പ്രൂഫ് ഉള്ളൊരു ഹോള് നോക്കിക്കോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഇന്ന് കർത്താവിൻ്റെ വലിയ സ്പർശനം വെളിപ്പെടുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നോടൊരു ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മായയുടെ ഭവനത്തെ കർത്താവ് തൊടുക. മായയുമായിട്ട് ബന്ധപ്പെട്ടൊരു മനോജിനെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം. എന്റെ ഒരു ആന്റിയുടെ മോളാണ് മായ. മായക്ക് 14 വർഷമായിട്ട് കുട്ടികളില്ല. യേശു, ഈ മനോജ് എന്ന് പറയുന്ന വ്യക്തി ആരാ? ഈ മായയുമായിട്ട് ബന്ധപ്പെട്ട് അറിയോ? ആരാന്ന് എനിക്ക് അത്ര അറിയത്തില്ല. ബ്രദറെ എന്റെ ഉണ്ട്. ആരാ ബ്രദർ അത്? ഞാൻ മനോജാ. മനോജ് ബ്രദറിന്റെ ആരാ അത്? എന്റെ അനിയന്റെ വൈഫാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ ആമേൻ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. കുടുംബത്തെ വിടിവിക്കാനുള്ള വലിയൊരു അഭിഷേകത്താൽ ഞങ്ങൾ പൊതിയുന്നപ്പാ. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാനൊരു കുടുംബത്തെ കർത്താവ് ഒരു അടയാളം എന്നെ കാണിക്കുക. വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ടീപ്പോയിൽ ഒരു ഹെൽമറ്റ് വെച്ചിരിക്കുന്ന ഒരു അടയാളം കർത്താവിനെ കയറി വരുമ്പോൾ തന്നെ ഹോളിൽ ഒരു ഫ്രണ്ടിൽ ടീപ്പോയിൽ ഈ ഒരു ഹെൽമറ്റ് വെച്ചിരിക്കുന്നതാണ്. ആ ഹെൽമറ്റ് വെച്ചിരിക്കുന്ന ടീപ്പോയുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ടേബിളും കിടപ്പുണ്ട്. ഇതൊരു അടയാളമായിട്ട് എന്നെ കുടുംബത്തെ കാണിക്കുക. ഞാൻ കുടുംബവുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ ഒരു സമയം വരെയും 2 രീതിയിൽ അനർത്ഥത്താൽ ആ ഭവനത്തിൻ്റെ അകത്തൊരു നഷ്ടം സംഭവിക്കാൻ വേണ്ടി ഒരവസ്ഥയിലൂടെ കടന്നുപോയി. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ നിന്ന് കർത്താവ് പറയുന്നു, ഈ അടയാളമുള്ള ഭവനം ഏതാണ് ഏറ്റെടുത്തോണേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് നിങ്ങളെ ദേശത്തിൻ്റെ മേൽ വെളിച്ചമാക്കി നിർത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് Praise Lord. പറഞ്ഞു. സിസ്റ്ററുടെ വീടാണോ? Praise Lord. അതെ ബ്രദറെ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് സിസ്റ്റർ അടയാളങ്ങളെല്ലാം? അതെ അതെ അതെ. ഓ കർത്താവേ, ഈ ഞാൻ കണ്ടതുപോലെ ഈ ജൂൺ മാസം 2 അനർത്ഥം, പ്രത്യേകിച്ച് ജൂൺ മാസം എന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കും, ഇങ്ങനെ ഉയർത്തി തന്നെ കാണിക്കും. ജൂണുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനും ആ ഭവനത്തിനുണ്ട്. ജൂൺ മാസം എന്റെ മോളുടെ മോളെയും ജന്മദിനം. ആ കണ്ടോ, ഇതേ മാസത്തിൽ തന്നെ 2 തവണ അനർത്ഥം ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ ശ്രമിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവ സഹോദരി ആ കുടുംബത്തിലെ വെളിച്ചമാകട്ടോ. തമ്പുരാൻ പറയുക, പ്രാർത്ഥിക്കുന്ന സഹോദരി കുടുംബത്തിലെ വെളിച്ചം ഈ ജൂൺ മാസം എടുത്തു കാണിക്കുന്ന തന്നെ ജനിച്ചതിനെ തന്നെ നശിപ്പിക്കാൻ നോക്കുക ആ മാസത്തിൽ. പക്ഷെ പ്രാർത്ഥന ഒരു തൂണുപോലെ നിൽക്കുക കേട്ടോ, ദുഷ്ടന് കയറാൻ കഴിയാതെ വണ്ണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഭവനത്തിൻ്റെ അകത്ത് ഒരാൾ പ്രാർത്ഥിക്കുമ്പം കൂടെയുള്ള ആൾക്കാർ നിൽക്കും, എന്തൊരു എപ്പോഴും ഈ പ്രാർത്ഥന മാത്രമല്ല. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന തമ്പുരാൻ ഉറപ്പിക്കുക. ആ ജൂൺ മാസത്തിൽ ജനിച്ചതിനെ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയാണോ? എപ്പോഴും പ്രാർത്ഥനയാ സംസാരിക്കാൻ നേരം. ഈ മോളാണ് ജൂൺ മാസം ജനിച്ചത്. അതെ, കണ്ടോ, ജൂൺ മാസത്തിൽ ജനിച്ചതിനെ കഴിഞ്ഞ ജൂണിന് തകർക്കാൻ നോക്കിയത്. പക്ഷെ പ്രാർത്ഥന തൂണു പോലെ നിന്ന തമ്പുരാൻ പറഞ്ഞത്. ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു ബലമാകട്ടോ, തമ്പുരാൻ ഉറപ്പിക്കുക. സിസ്റ്ററെ, ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന പൊസിഷനും ഈ പറഞ്ഞതുപോലെ ടേബിളും ഈ ജൂൺ മാസത്തിൽ ജനിച്ചത് മകളും ഞങ്ങൾ വല്ലതും കാണാൻ അറിയാനോ വല്ല വഴിയുണ്ടോ? ഇല്ല ബ്രദറെ, ഒരിക്കലും. കർത്താവ് ഉറപ്പിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിന്റെ അകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തമ്പുരാൻ തെളിയിച്ചത് കൊണ്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ പറഞ്ഞതിനെ പിടിച്ച് യേശുവിനാഥത്തിൽ പുതിയൊരു അഭിഷേകത്താൽ തമ്പുരാൻ നിറയ്ക്കാൻ വേണ്ടി പോവാ. ഇനി പ്രാർത്ഥന ഒരു തൂണ് പോലെ നിൽക്കുന്നതല്ല, തീ പോലെ നിൽക്കുന്നത് കാണിക്കാൻ പോവാ. ഒരു തീകോളം വന്ന് വീഴുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ ആ അഭിഷേകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തമ്പുരാന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുവാൻ, അനേകരെ നേടുവാൻ പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബിന്ദുവിന്റെ ഭവനത്തിലേക്ക് വലിയൊരു അഭിഷേകം വ്യാപരിക്കുന്നത് ഞാൻ കാണുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, അവിടെ ചിലതിനെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ റിലീസ് ചെയ്ത് പാടും. സിസ്റ്ററെ, ആ ബിന്ദുവിനെ ഓർത്ത് പ്രാർത്ഥിച്ചോണേ. റിലേറ്റീവാ, ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ചിലതിനെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകട്ടോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. യേശുവേ നന്ദി. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഒരു അമ്പലത്തിൻ്റെ ഒരു ആൽത്തറ കഴിഞ്ഞ് അതേ നിരയിൽ തന്നെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇടത്തോട്ട് താഴോട്ടൊരു ഇറങ്ങി ചെല്ലുമ്പോൾ ഞാനൊരു വീട്, ഇങ്ങനെ 3-4 വീടുകളുടെ ഇടയ്ക്കൊരു വീടിനെ കാണുക. ഷാജി എന്ന് പറയുന്ന ഒരു പേര് ഈ 3-4 വീടുകളുടെ ഇടയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് അടയാളം നോക്കണേ. ഈ വഴി പോകുന്ന റൂട്ടിൽ, ഈ ഇറങ്ങി ചെല്ലുന്ന റോഡിൽ, ഈ സ്ഥലത്ത് ഷാജി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഭവനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഈ സർക്കിളിൻ്റെ അകത്തൊരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഈ പല ഭവനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഷാജിയുടെ ഭവനം കർത്താവ് എന്നെ എടുത്ത് കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഭവനം ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ.
നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുയരുന്ന ആരാധന, പ്രാർത്ഥന അനേകരെ വിടിവിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഷാജിയുടെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടാൻ വേണ്ടി പോവുക. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ? അതെ, ഷാജിയുടെ ഭവനം ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്റർ അടയാളം? ഒരു താഴ്ച താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതല്ല. ഈ പറഞ്ഞ പോലെയാണ് വഴിയും പോകുന്നതെല്ലാം. ബാക്കി എല്ലാവരും, ആ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സഹോദരി സ്വീകരിച്ച് ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിനാലുള്ള ആരാധന ഉയരാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞാനെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയെന്ന് ചൊരിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു അമ്മിണി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു കാതയിൽ ഈ കമ്മൽ ഊരി മാറ്റിയിട്ട്, ഈ വേദന നിമിത്തം ഒരു കാതിൽ മാത്രമാണ് ഇത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഒരു കാതിൽ മാത്രം കമ്മലിട്ടിരിക്കുന്ന, മറുകാത് ഊരി വെച്ചിരിക്കുക, വേദന നിമിത്തം ഒരു അടയാളം കാണിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൻ്റെ അകത്ത് പലപ്പോഴും ദണ്ഡനകൾ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്ന് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകാമെന്നാണ് പറയുന്നത്. ആ വ്യക്തി എവിടെ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് ദേഹത്തോട്ട് വെച്ച് ഇപ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ അകത്ത് ദണ്ഡനകൾ, പല രീതിയിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളുമൊക്കെ ഉണ്ടാകുന്ന ആ ശരീരത്തെ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നു. ആ വ്യക്തി എവിടെ നിന്നുകൊണ്ടാണോ കേൾക്കുന്നത്? ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, അങ്ങയുടെ ശക്തി ആ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവ് അത് അത്ഭുത സാക്ഷ്യമാക്കി ഇന്ന് മാറ്റുക. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ കാലിൻ്റെ പത്തിക്കും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തോട്ട് ഈ കാലുകളുടെ അവിടെ, കാലിൻ്റെ ആ ഭാഗം മുഴുവനും വേദനകളാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടോ? കാൽപ്പത്തി മുതൽ അങ്ങോട്ട് ഇന്ന് കൈ എടുത്ത് വെച്ച് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അകത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തി ആരാ? നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തി ഇന്ന് എവിടെയാണോ ഇരിക്കുന്നത്, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ ശക്തി ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുക. ഓ ഇൻ ദ നെയിം, ആ വ്യക്തി സ്വീകരിച്ച ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കൈ എടുത്ത് വെച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈ എടുത്ത് വെച്ച് ഇപ്പം കൽപ്പിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ്, എൻ്റെ കൂടെ ദൈവമക്കൾ എന്ന് പറഞ്ഞു സിസ്റ്റർ ജനിച്ചത്, കൈ എടുത്ത് വെച്ചു. ഇപ്പം ശരീരത്തിന് രോഗശക്തി ഇളകിപ്പോകും കേട്ടോ. ഇപ്പോൾ തന്നെ ദുരാത്മ ശക്തികൾ ശരീരത്തിൻ്റെ അകത്തുനിന്നും രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ ഇപ്പം ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇപ്പം കൈ എടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കൈ എടുത്ത് വെച്ച് എൻ്റെ കൂടെ എന്ന് വിളിച്ചു പറയാം. യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കാൽപ്പത്തി മുതൽ ശരീരത്തിൻ്റെ വേദനയുള്ള ഭാഗങ്ങളിലോട്ടെല്ലാം ഒരു തീ കത്താൻ വേണ്ടി പോവുക. അഭിഷേകത്തിൻ്റെ ഒരു അഗ്നി കത്തുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗശക്തിക്ക് ഇരിക്കാൻ കഴിയാതെ വണ്ണം, ആ വേദനയ്ക്ക് ഇരിക്കാൻ കഴിയാതെ വണ്ണം ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, മാംസത്തിൻ്റെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ കയറിക്കൂടിയിരിക്കുന്ന ദുഷ്ടപിശാചെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. കൈവച്ച്
ആ പ്രാർത്ഥിച്ചവരെല്ലാം പറഞ്ഞവരെല്ലാം കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന കൈയോടെ വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്ന അത്ഭുത സൗഖ്യം. ആ കാൽപ്പത്തി മുതൽ ദൈവശക്തി വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുക. ആ കരത്തിലൂടെ ഒരു തീ കത്തുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ രോഗത്തെ പിടിച്ചു കെട്ടുന്നു, ദുഷ്ടശക്തിയെ പിടിച്ചു കെട്ടുന്നു, ആ രോഗശക്തിയെ പുറത്താക്കുന്നു, അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി പ്രാർത്ഥിച്ചിട്ട് കൈയെടുത്തിട്ട് ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊരു വ്യത്യാസമുണ്ടെന്ന് പറയുന്നവർ മാത്രം ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റി. ഇപ്പൊ പ്രാർത്ഥിച്ചവർ മാത്രം, ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥിച്ച ആൾക്കാർ മാത്രം. ബ്രദറെ, എന്റെ കാലിന്റെ വെള്ളക്കകത്ത് ഒരു മാസം 2 മാസമൊക്കെ ആയി വൈകുന്നേരം ആകുമ്പം ഭയങ്കര പുകച്ചിലായിരുന്നു കാലിന്റെ ആ ചങ്കുഭാഗത്ത്. എനിക്ക് നിലത്ത് കുത്താൻ മേലാത്ത പോലെ ഒരു പുകച്ചിലുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെയാണ് എനിക്ക് ഇത് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ആ വേദനകൾ ഉള്ളതാ. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇല്ല. ഇപ്പം ഞാൻ തൊട്ട് കൈവച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പൊ അതില്ല. ഓ കണ്ടോ, വേദന ഉണ്ടാക്കിയ ശക്തി ഇറങ്ങിപ്പോയതാ കേട്ടോ. ഇത്രയും നാളും വേദനയും പുകച്ചിലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശരീരമായിരുന്നു. ആ ദുഷ്ടശക്തി അവിടെ നിന്ന് വിട്ടുമാറി കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആൾ ചെക്ക് ചെയ്ത്, ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത്. ആ കാല് വേദനയായിരുന്നു പറഞ്ഞവർ മാത്രം. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരുണ്ടായിരുന്നു? ദേവാസിനെ, എനിക്കൊരു 4-5 ഡേ ആയിട്ട് എന്റെ ഇടത്തെ കാലിന്റെ ഉപ്പുറ്റിക്കും കാലിന്റെ പത്തിക്കുവാൻ നല്ല വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? വെറുതെ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ കംപ്ലീറ്റ് വേദന മാറി, അല്പം പോലും വേദനയില്ല. എത്ര നാളെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇതൊരു 5 ദിവസമായിട്ടുണ്ടായിരുന്നു. നല്ല വേദനയായിരുന്നു. ഞാൻ ബാൻഡേജ് കയറ്റി ഇട്ടേക്കുവായിരുന്നു. ഇപ്പോഴും ഞാൻ ബാൻഡേജ് ഇട്ടുണ്ടായിരുന്നത്. ഓ, ഇപ്പൊ വേദന അങ്ങ് പോയി, ഒട്ടും വേദനയില്ല. എനിക്ക് വേദനയില്ല. ഇത് അത്ഭുതമാകട്ടെ. കർത്താവ് പ്രിയ സഹോദരൻ പറഞ്ഞ ബാൻഡേജ് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു വേദന കാരണം. ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. കൈ വെക്കുമ്പോഴെല്ലാം വേദന ഉണ്ടായിരുന്നു. യേശു ഇപ്പൊ വേദന അവിടെ ഇല്ല, ഇപ്പൊ ഇല്ല, അല്പം പോലും ഇല്ല. ആ രോഗശക്തിയെ കർത്താവ് ഇറക്കി വിട്ടു കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ സഹോദരങ്ങളെ, അടുത്ത ആള് ചെക്ക് ചെയ്തേ. പറയാൻ വേണ്ടിയാണോ? വേദന ഉള്ളവര് പറഞ്ഞു. എന്റെ കാലിന്റെ വേദന നല്ല നീരും ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഓ, എത്ര നാള് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേദന നീരുമൊക്കെ? ഇപ്പൊ ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. വേദന നീരുമായിരുന്നു, ഇപ്പൊ നീരുമില്ല, വേദനയില്ല. നീരുമില്ല, വേദനയില്ല. ഇത് വലിയൊരു അതിശയം കേട്ടോ. നമുക്കൊരു നീരുള്ള ശരീരത്തിൽ നിന്ന് നീര് വട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും? മരുന്ന് കഴിച്ചാൽ പോലും സമയം എടുക്കും അല്ലേ? ഇത് ഒറ്റയടിക്ക് സിസ്റ്റർ നീരും പറ്റി വേദനയും പോയി. സിസ്റ്ററെ, നീരും പോയി വേദനയും പോയെന്നല്ലേ പറഞ്ഞത്? അതെ. ഓ എൻ്റെ യേശുവേ, കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി. യേശു ഇപ്പം മനസ്സിലായത് രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് അതിനെ പിടിച്ചു കെട്ടി. ഗോഡ് ബ്ലെസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഓ ജീസസ്, ചെക്ക് ചെയ്തേ. വേദന പറഞ്ഞവര്, പ്രാർത്ഥിച്ചവര് വെറുതെ ഇരിക്കരുത്. നവംബറിൽ ജനിച്ച ആളാണ്. പറഞ്ഞു പറഞ്ഞു. എനിക്കൊരു ശക്തി അനുഭവപ്പെട്ടു. എനിക്ക് ക്രോണിക് ഓസ്റ്റോമൈലൈറ്റിസ് ആയിരുന്നേ. അപ്പൊ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഓപ്പറേഷന് ഡേറ്റ് പറഞ്ഞു. ഇത് നേരുന്ന അത് സുഖപ്പെട്ടു വരുന്നു. സർക്കാർ എപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്റെ ശരീരത്തിൽ കൂടെ ഒരു ചൂട് പോലെ കടന്നു പോകുന്ന പോലെ എനിക്ക് അനുഭവം. ഇപ്പൊ സിസ്റ്റർക്ക് നേരത്തെ വേദന ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റും? ശക്തി പാസ് ചെയ്തപ്പോ എന്റെ നെറ്റി കൂടി ഇങ്ങനെ ഒരു ചൂട് ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നി. ഇപ്പൊ ആ വേദന അവിടെ ഇല്ല? ഇപ്പൊ വേദനയില്ല. ഓ എന്റെ യേശു. എന്നാ ഡോക്ടർ എന്നാ പറഞ്ഞത്? ശനിയാഴ്ച പറഞ്ഞു തരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോഴും പറഞ്ഞത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അതിനി മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, മാറിയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാന്നാണ് പറഞ്ഞത്. ആ രോഗത്തിന്റെ പേരെന്തുവായിരുന്നു?
ക്രോണിക് ഓസ്റ്റോമൈലൈറ്റിസ്. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നവംബർ മാസത്തിൽ ജനിച്ച ഈ പെയിൻ ഉള്ള ആൾക്കാരുടെ ലിസ്റ്റ് സിസ്റ്റർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ നവംബർ 8 ജനിച്ചത്. കേട്ടെ, അപ്പൊ വലിയൊരു ദൈവശക്തി പാസ് ചെയ്യുന്നൊന്നും ദൈവാത്മാവ് ഇടപെട്ടു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ തലയുടെ അവിടെ നിന്ന് ഒരു ശക്തി ശരീരത്തിലോട്ട് ഇറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്തു അല്ലേ? ഫീൽ ചെയ്തു. ഇപ്പൊ ആ വേദന പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായിട്ട് മാറിയ വിരൽ ഞെക്കിയാൽ പോലും എനിക്കിപ്പോ വേദനയില്ല. ഓ എന്റെ യേശു, സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കേസാ അല്ലേ? അതെ. ഓ എന്റെ യേശുവേ, എനിക്ക് ആ രോഗത്തിന്റെ പേര് പോലും എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെ അവര് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ചെയ്യണം, പെയിൻ മാറുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും സർജറി വേണമെന്ന് പറഞ്ഞ വിഷയമാണ്. ഇന്ന് ഇത്രയും നേരം വേദന ഉണ്ടായിരുന്നു. ആ ദൈവാത്മ ഇടപെട്ട് വേദന ഉള്ളതിൻ്റെ അകത്ത് നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേലേക്ക് ശക്തി വ്യാപരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 പേര് പറഞ്ഞു. ഇന്ന് സൗകര്യ പറയുകയാണ് ശരീരത്തിലേക്ക് ഒരു ശക്തി ഇറങ്ങി വന്നു. ഇപ്പൊ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പോലും വേദന അവിടെ ഇല്ല. ഓ യേശു, സിസ്റ്റർ എത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? എനിക്കിപ്പോ ഒരു 1.5 വർഷമായി. കണ്ടോ പ്രിയ, ഞാൻ ഈ വേദന ആയിട്ട് നടക്കുക. എൻ്റെ യേശുവേ, 1.5 വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഒറ്റയടിക്ക് യേശു സൗഖ്യമാക്കി. കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട് വിടിവിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്തയാൾ നോക്കിക്കൊന്ന് ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് അതോടൊപ്പം തന്നെ ഈ കഴുത്തിൻ്റെ ഞരമ്പിൻ്റെ അവിടെ വേദന നിമിത്തം ചില സമയത്ത് ഈ പെടലി ഇങ്ങനെ കോടിപ്പോകുന്നൊരവസ്ഥ പോലും ചിലപ്പോൾ വരും. നിങ്ങൾക്ക് പലപ്പോഴും വേദനയും വരും. രണ്ടാമത്തെ കൂട്ടർ കഴുത്തിങ്ങനെ കോടിപ്പോകുന്ന ബുദ്ധിമുട്ടും കൂടെ വരും. ഇങ്ങനെ അനുഭവിക്കുന്നവർ വേഗത്തിൽ കൈയെടുത്ത് വെച്ച് വേഗത്തിൽ അങ്ങനെയുള്ളവരൊക്കെ വേഗത്തിൽ കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുക. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യമാ. കഴുത്തിന്റെ വേദന ഉള്ളവരെല്ലാം കൈവച്ച് ആ കഴുത്തിന്റെ ഞരമ്പുകളുടെ മേൽ വ്യാപരിക്കുന്ന വേദനയുടെ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളുകളായി തേയ്മാനങ്ങളായി ബുദ്ധിമുട്ടുകളായി രോഗമായി എല്ലാ പെയിനുകളുമായി നിൽക്കുന്നതിനെ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അറസ്റ്റ് ചെയ്യുന്നപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു ഞങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തിയെ പ്രിയ മക്കളുടെ മേലേക്ക് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ 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 ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, വേഗത്തിൽ ചെക്ക് ചെയ്തേ. ആ വേദന പറഞ്ഞവർ കൈവച്ചവർ മാത്രം കൈയെടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിക്കേ. കർത്താവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ചെക്ക് ചെയ്ത്. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ചെക്ക് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ അത്ഭുത കരം എന്ന് അവിടെ വെളിപ്പെട്ടിരിക്കുക. ഇനി ആ പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് പ്രതികരിച്ച്. എന്താ പ്രാർത്ഥിച്ചിട്ട് വ്യത്യാസം? പ്രാർത്ഥിച്ചവര് മാത്രം. വേദന പോയി, വേദന ഒട്ടുമില്ല. നേരത്തെ വേദനയായിരുന്നു എത്ര നേരം? ഓ എന്റെ എത്ര മാസം? 3 മാസത്തോളായി. 3 മാസത്തെ വേദന ഒറ്റയടിക്ക് കർത്താവ് മാറ്റി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. പ്രത്യേകിച്ച് പ്രിയരെ, നമ്മുടെ നേരിട്ട് വരുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ പിന്നെ എടുത്തു പറയുകയാണ്. നിങ്ങൾ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. അവിടെ പറയണം യേശു നിങ്ങളുടെ രോഗത്തെ മാറ്റും. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ കൂട്ടിക്കൊണ്ട് വരണം. യേശു അത്ഭുതം ചെയ്യും. യേശു അത്ഭുതം ചെയ്യും. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ള ആളുകൾ, ചെക്ക് ചെയ്തവർ, ബോഡിയിൽ എനിക്ക് ഭയങ്കരമായൊരു വ്യത്യാസം അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം. പൂർണ്ണ വിടുതൽ നമ്മുടെ അവകാശമാണ്. ഓ യേശുവേ പറഞ്ഞു. കഴുത്തുവേദന തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. സഹിക്കാൻ വരാത്ത വേദനയായിരുന്നു. പുകഞ്ഞു കയറും വേദന. കുറച്ച് സമയം കഴിയുമ്പോൾ അതുപോലെ ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായി മാനസികമായിട്ട് കൂടെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ വേദന ഇപ്പം മാറി. ഓ യേശുവേ, രോഗശക്തി ഇറങ്ങിപ്പോയതാ കേട്ടോ. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഓ എന്റെ യേശു അങ്ങ് തൊട്ട കുറിപ്പയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും രോഗശക്തികൾ വിട്ടുമാറുക. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള അവസരമാണ് പ്രിയരെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു.
ബ്രദറെ ഒരാഴ്ചയായിട്ട് എന്റെ ഈ പപ്പയുടെ ഈ പുറത്തിന്റെ ഈ കഴുത്തിന് ഞരമ്പിന് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. തിരിയാനും പിരിയാനും ഒന്നും ഒക്കത്തില്ലായിരുന്നു. ഇതുവരെ ഇങ്ങനെ വേദനയായിരുന്നു. ഈ താപ്പോട്ട് പെടല് കുലിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചു മറച്ചു ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോ പൂർണ്ണ സൗഖ്യമായി ബ്രദറെ. എല്ലാം മഹത്വം ദൈവത്തിന്. ഇത്രയും നേരം വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കി ഒട്ടും വേദനയില്ല. ഇല്ല ബ്രദറെ. കർത്താവ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആൾക്കാര്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലോർഡ് ജീസസ്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവാം. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കും കേട്ടോ. കർത്താവിൻ്റെ അത്ഭുതം തൊടുക കേട്ടോ. എൻ്റെ യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, കണ്ണൂരിലൊക്കെ ഉള്ള പ്രിയരെ, ഈ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള നമ്മുടെ പ്രയർ സ്റ്റേഷനുകൾ, കണ്ണൂർ, കോട്ടയത്ത്, ട്രിവാൻഡ്രത്ത്, കൊല്ലത്ത്, സൗദിയിൽ, ഇങ്ങനെ എവിടെയാണ് നമ്മുടെ പ്രാർത്ഥന ഉള്ളത്? UK അവിടെ എല്ലാം കർത്താവിൻ്റെ വലിയ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടി ദൈവജനത്തെ കർത്താവ് ഒരുക്കുക. പരിശുദ്ധാത്മാവെ, ഇന്ന് ഒത്തിരി സാക്ഷ്യങ്ങളാൽ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഓരോ വ്യക്തികൾ ഇന്ന് കേട്ട വചനം പോലെ മറന്നു പോകരുത്. ഉപായങ്ങളെ വചനം കൊണ്ട് ജയിച്ചോണം. വചനം ബ്രദർ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ മീറ്റിംഗ് വെച്ചെടുത്ത് തന്നെ ബ്രദർ കേട്ടില്ലേ സിസ്റ്ററെ? ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഇനി നടക്കുന്ന മീറ്റിംഗിന് കഴിഞ്ഞതിന് വെച്ച സ്ഥലത്ത് തന്നെ അല്ല സിസ്റ്ററെ, ഹോള് നോക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങള് നമ്മളത് നോക്കിയിട്ട് പറയും കേട്ടോ. പറഞ്ഞു. കേട്ടില്ല ബ്രദറെ? എറണാകുളത്തെ പറയാൻ ബ്രദറെ. എറണാകുളത്ത് എന്താണ് പ്രാർത്ഥന? ഹോള് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹോള് മാർച്ച് അവസാനം 25 മുതൽ ഏപ്രിൽ 15 മുമ്പുള്ള ഡേറ്റുകളിൽ പ്രാർത്ഥനകളെല്ലാം നടക്കും. 2 ആഴ്ച എനിക്ക് സമയമുള്ളൂ. ഈ 2 ആഴ്ചക്കകത്ത് നമ്മുടെ പ്രാർത്ഥന എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സമയങ്ങളും ഡേറ്റുകളും പറയാം കേട്ടോ. ലോർഡ് ജീസസ്. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ, ഇന്നല്ല 2 ദിവസം മുമ്പ് ആരാധിച്ചോണ്ടിരിക്കുമ്പോ യേശുക്രിസ്തുവിനെ മുൾക്കിരീടം വെച്ചിരിക്കും. പറയുന്നത് കേൾക്കുന്നില്ലേ പാസ്റ്റർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. മുൾക്കിരീടം വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അവിടുന്ന് രക്തം ചീറ്റി തെറിക്കുവാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ രക്തം ഇങ്ങനെ മേലെ തീ കത്തുക, മേലെ അല്ലാതെ തീ കത്തുന്നതായിട്ടും കണ്ടു. പിന്നെ അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ വേറൊരു വീട്ടില് പ്രാർത്ഥനയ്ക്ക് പോയപ്പോ അവിടുന്ന് ഇങ്ങനെ കാണുവാണ് കർത്താവ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് മുൾക്കിരീടം വെച്ചിട്ടുണ്ട് അവിടെയും. അന്നേരം അവിടുന്ന് പിന്നെ ഇങ്ങനെ നാവെടുത്തിങ്ങനെ അനക്കി എന്തോ വേദന സഹിക്കാൻ വയ്യാതല്ല കരയുന്ന ഒരു ഭാഗവും കാണുക. കർത്താവിൻ്റെ ക്രൂശിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ കാണുമ്പോൾ കൂടുതൽ നമ്മൾ ധ്യാനിച്ചോണം. കർത്താവിൻ്റെ നാമത്തിൽ കൂടുതൽ പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് കാണിക്കുവാനും ദൈവകൃപയാൽ അനുഭവിക്കുവാനും കർത്താവ് നിങ്ങളെ ഇടയാക്കി തീരും കേട്ടോ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളുടെ ദർശനങ്ങളുടെ കലവറകളെ തുറക്കും. അപ്പോൾ ദർശനങ്ങൾ കാണുമ്പോൾ കൂടുതൽ കർത്താവ് എന്നോട് ആഴമായി അങ്ങ് സംസാരിക്കണം, ആഴമായി എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ യേശുവേ, ഞാനിന്ന് ഓരോരുത്തർക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് അല്പനേരം ഒന്ന് പ്രഖ്യാപിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല തലയത്ര. ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണ്ടവർ, സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തിൻ്റെ അകത്ത് മദ്യപാനത്തിൻ്റെയും മറ്റ് അനർത്ഥങ്ങളുടെയും സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഇതെനിക്കൊരു വലിയൊരു നന്മ വേണം, എനിക്ക് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കണം, എനിക്ക് സമാധാനം വേണം, കർത്താവിൻ്റെ സന്തോഷം എനിക്ക് അനുഭവിക്കണം എന്ന് പറയുന്നവരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അവസരമാണിത് പാഴാക്കൽ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ലോർഡ് ജീസസ്, കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ.
വാഴ്ചകളെയും അധികാരങ്ങളെയും ഇന്ന് ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ വിടുതലുണ്ടാകട്ടെ, അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്ന അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അവരുടെ തകർന്ന അവസ്ഥകൾ പണിയപ്പെടട്ടെ. നന്മ നിറയട്ടെ. പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സകല പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ. അസാധാരണമായ ദൈവപ്രവർത്തികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുത വിടുതലിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ കൂടെ ഞങ്ങൾ വന്ന് ജീവിക്കും. കർത്താവിനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഓരോരുത്തരെയും നിറയ്ക്കുന്നല്ലോ, ഓരോരുത്തരെയും ദൈവം വിടിവിക്കുന്നല്ലോ. അപ്പം ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അവരുടെ ശരീരത്തിൽ, അവരുടെ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും നന്മ കൊണ്ട് നിറയട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നപ്പോൾ സമാധാനം തൽ വാഴട്ടെ, നന്മയിൽ അവർ നിറയട്ടെ, എല്ലാ മേഖലയിലും ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. ഹോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ, ഭവനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഓ ലോർഡ് ജീസസ്, എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു ഭവനം കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് നമ്മുടെ കുടിക്കുന്ന വെള്ളം കുപ്പി, ഈ കുടിവെള്ളത്തിൻ്റെ ഒരു കുപ്പി, ഈ കയറി വരുന്ന ഹോളിൽ TV ഇരിക്കുന്നതിനോട് ചേർന്ന് ഈ കുടിവെള്ളത്തിൻ്റെ കുപ്പി ഇരിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സാബു എന്നൊരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ഈ കുടിവെള്ളത്തിൻ്റെ കുപ്പിയോട് ഇരിപ്പുണ്ട്. സാബു എന്നൊരു പേര് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭവനം ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അടയാളവും ഈ വ്യക്തിയും ഉള്ളത്, ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പാ കർത്താവിൻ്റെ വലിയ കരം ഇന്ന് വെളിപ്പെടുക. ഇന്ന് ആ കുടുംബത്തിൽ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ബ്രദറെ, ടിവിയുടെ അടുത്തൊരു ബോട്ടിൽ ഇരിപ്പുണ്ട് വെള്ളത്തിന്റെ. ഈ സാബു സാബു എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ഉണ്ട്. എന്നാ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക സിസ്റ്ററെ. യേശുവേ, എന്തോ ബ്രദറെ, ഞാൻ എന്റെ ഹോളില് ഇതുപോലെ TV സ്റ്റാൻഡിന്റെ അടിയിൽ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, കുടിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടില്, മിനറൽ വാട്ടർ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ നെയിം സാബു ആണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലാണ്, പുള്ളിക്കാരൻ നാട്ടിലാണ്. ഇതിപ്പോ ഇരിക്കുന്നത് സിസ്റ്റർ ഇരിക്കുന്ന സ്ഥലത്താണ്? അതെ അതെ, വീട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലില്ല. ഞാൻ ഈ സെപ്റ്റംബർ മാസം ഇങ്ങനെ എടുത്ത് കാണുക. ഇന്ന് ബ്രദറെ, സെപ്റ്റംബർ എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സെപ്റ്റംബർ ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പാ, നന്മയാക്കി മാറ്റണപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കേൾക്കുന്നില്ല? സെപ്റ്റംബർ 6 തീയതിയാണ് എന്റെ മോള് ജനിച്ചത്. ഈ പറഞ്ഞ പോലെ അടയാളങ്ങളെല്ലാം സിസ്റ്റർ വീട്ടിലുണ്ടോ? സാബു എന്ന് പറഞ്ഞ വ്യക്തി ആരാ? സെപ്റ്റംബർ 8 എന്റെ അമ്മ ജനിച്ചത്. എന്റെ അമ്മയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 8. ഞാൻ ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചനയുടെ ബാക്കിയാണേ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്. ഈ ഭവനവുമായിട്ട്, അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചനയായിട്ട് ഇപ്പോൾ കൈമാറാൻ വേണ്ടി പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേൽ കർത്താവ് ഇന്ന് കുടുംബത്തെ വിടുവിക്കുവാനുള്ളൊരു അഭിഷേകത്തെ ഇന്ന് പകരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ ഓ ലോർഡ് ജീസസ്. അതോടൊപ്പം തന്നെ 1971 എസ് എന്ന് പറയുന്നൊരു പേരിൽ ആരംഭിക്കുന്നൊരു വ്യക്തി, ആ കുടുംബത്തിൽ 2 പെൺതലമുറകളെ ഞാൻ കാണുന്നുണ്ട് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട്.
ആ കുടുംബം ഏതാണോ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു അത്ഭുത കരം എന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് 1971 ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേക ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ കഴിഞ്ഞ ദിവസം ബ്രദർ ഞങ്ങൾക്ക് തന്നെ ഒരു ദൂത് പറഞ്ഞായിരുന്നു, സ്വപ്നം പറയുന്നേ. 1971 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഈ ഭവനവും 2 സഹോദരൻ, 2 പെൺകുട്ടികളുള്ള ഭവനമാണോ ഇത്? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഒരേ ആലോചന 2 പേർക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണേ യേശുവിന്റെ നാമത്തിൽ. ഈ മാർച്ച് മാസം, ഈ 71 മാർച്ച് മാസമായിട്ട് ബന്ധപ്പെട്ടതാരാ? അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? 71 മാർച്ച് മാസവുമായിട്ട് ബന്ധമുള്ള കുടുംബത്തിൽ ആരുള്ളത്? എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. ഈ പറഞ്ഞ പോലെ 1971 മാർച്ച് മാസവുമായിട്ട് ബന്ധമുള്ളതാ. മാർച്ച് 5. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവിനെ ഞാൻ വേർതിരിക്കുന്നപ്പ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു പ്രാർത്ഥനയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഓരോ വ്യക്തികളെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ്, എൻ്റെ യേശുവെ ഞാനിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ്, കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ വ്യക്തി ഒരു ചുവന്ന കളറിലെ ഒരു നൈറ്റി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീടിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇടതുവശത്ത് ഒരു നായ്ക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭവനം, അതായത് അതിനെ കൂട്ടിൻ്റെ അകത്തല്ല, പുറത്തിങ്ങനെ കെട്ടി. ആ സമയത്ത്, അതായത് ഈ വ്യക്തി അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ നായ്ക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന ഒരു വീടാണ്. ഈ മാരുതിയുടെ ഒരു കാറ്, കമ്പനിയുടെ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ നായ്ക്കുട്ടി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു ഭവനമാണ്. ഈ വ്യക്തി പുറത്തേക്കിറങ്ങി, വീടിൻ്റെ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്നു, മോളി എന്ന് പറയുന്നൊരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഈ വ്യക്തി തിരിച്ചു വന്നതിന് ശേഷം ഒരു ഫോണിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു. ഇത് ആ വ്യക്തി ഒരു അടയാളമായിട്ട് കാണുവാണ്. ഈ വന്നതോ പോയതോ സംസാരിച്ചതോ അല്ല, വിഷയങ്ങളല്ലേ കാണുന്നത്. ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ നന്മ കാണാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ അലഞ്ഞത് മതി, ദൈവത്താൽ ഒരു നന്മ കാണിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ വ്യക്തി ആരാണോ, എന്ന് സംഭവിച്ചതാണോ, എപ്പോൾ സംഭവിച്ചതാണോ, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആ കാര്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ള തമ്പുരാൻ പറയുന്നു. നിങ്ങൾ ഫോൺ ചെയ്തപ്പോഴും സംസാരിച്ചപ്പോഴും എല്ലാം ആകുലപ്പെട്ടൊരു വിഷയമാണ്. കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ ആ വ്യക്തി ആരാണോ ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ആലോചനയെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? കേൾക്കാൻ പറ്റുന്നില്ല. പട്ടിയുണ്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇന്നൊരു സഹോദരൻ മാരുതിക്കാർ പിന്നെ ഇട്ടിട്ടിരിക്കണേ. ഞാൻ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സംഭവമാണ് സിസ്റ്റർ, ഇന്ന് നടന്ന സംഭവമാണത്. ഇന്നൊരു സഹോദരൻ വന്ന് ഗേറ്റിന്റെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. ഇന്ന് നടന്ന സംഭവമാണ് ഇപ്പൊ പറഞ്ഞത് മുഴുവൻ. അറിയില്ല. മോളി എന്റെ അതെ. മോളി ആരായിരുന്നു? മോളി എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. അവള് ഇവിടെ ഇല്ല, അവള് ഗൾഫിൽ പോയിക്കാണ്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് അറിയുള്ളൂ. ഇന്ന് ഞാൻ അതിന് തിരിച്ച് വന്നതിന് ശേഷം സിസ്റ്റർ ഫോൺ എടുത്ത് സംസാരിച്ചായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം കേട്ടായിരുന്നു അടയാളം. അത് സംസാരിച്ചത് എന്റെ നാത്തൂനോട്. അത് സെലീന എന്ന പേര്. ഈ ഭാരപ്പെട്ട വിഷയം കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്
കർത്താവിൻ്റെ വലിയ അത്ഭുതത്തിന് വേണ്ടി കർത്താവ് എന്ന് വേർതിരിക്കുക. എൻ്റെ യേശുവേ, കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു, നമ്മുടെ അവസ്ഥകളെ ദൈവം അറിയുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു മതിയായ ദൈവമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. നന്മയാകട്ടെ, സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പാ കർത്താവ്, ഈ ദിവസങ്ങളിൽ ആ കൊയ്ത്തുണ്ടാകട്ടെ. ഞാൻ ഓരോ വ്യക്തികളെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമാറാകട്ടെ. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പിന്നെയും കൂടാം. അത്ഭുതകരമായ പ്രവർത്തികൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഇന്ന് യേശുവിനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അവർ വിതകളെ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാനുള്ള നന്മയ്ക്ക് നന്ദി. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ അതിരുകളെ സ്വർഗം വിസ്താരമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും സ്വർഗം നിറയ്ക്കുന്നു.